പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളിലൊന്ന്. പണം സുരക്ഷിതമായി നിലനിർത്താനും നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കാനും പലരും ഈ ഒരു സ്കീമിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്കീമിൽ ചേരുന്നതിന് മുമ്പ് നിരവധി പേർക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. PPF 15 വർഷത്തിന് ശേഷം മെച്യൂർ ആയാൽ എന്ത് സംഭവിക്കും? മെച്യൂരിറ്റിക്ക് ശേഷം എനിക്ക് എന്തെല്ലാം ഓപ്ഷനുകൾ നേടാൻ സാധിക്കും? അക്കൗണ്ട് ക്ലോസ് ചെയ്യണോ അതോ ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്യണോ? ഭാഗികമായി പണം പിൻവലിക്കാൻ സാധിക്കുമോ? മെച്യൂരിറ്റി പീരീഡിന് ശേഷം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ PPF-നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംശയങ്ങൾ എല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. PPF-നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് PPF, എന്താണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഇത് ഇന്ത്യൻ സർക്കാർ 1986-ൽ ആരംഭിച്ച ഒരു ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ്. നിരന്തരമായ സമ്പാദ്യശീലം ഉണ്ടാക്കാനും നിങ്ങളുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കാനും ഉറപ്പുള്ള പലിശയും നികുതി ആനുകൂല്യങ്ങളും ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. വർഷത്തിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം 500 രൂപയും ഏറ്റവും കൂടിയ നിക്ഷേപം 1.5 ലക്ഷം രൂപയുമാണ്. ഈ ഒരു സ്കീമിന്റെ കാലാവധി 15 വർഷമാണ്. ഇൻ കേസ് ഈ ഒരു സ്കീമിൽ നിന്ന് നിങ്ങൾക്ക് പിന്മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം ഇത് അനുവദനീയമാണ്. PPF-ന്റെ ഏറ്റവും വലിയ ആനുകൂല്യങ്ങളിൽ ഒന്നാണ് EEE, എക്സംപ്റ്റ്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതുമാത്രമല്ല, നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയിൽ നിന്ന് നിങ്ങൾക്ക് പലിശ ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു പലിശയും നികുതി രഹിതമാണ്. നിങ്ങൾ നിക്ഷേപിച്ച തുക മെച്യൂരിറ്റിക്ക് ശേഷം ലഭിക്കുമ്പോഴും ആ ഒരു തുകയും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. ഈ സ്കീമിന്റെ ഇപ്പോൾ നിലവിലുള്ള പലിശ 7.1 ആണ്. ഇത് ഓരോ ക്വാർട്ടറിലും സർക്കാർ അവലോകനം ചെയ്ത് നിശ്ചയിക്കുന്നതാണ്. പലിശ നിരക്ക് ഇത്ര കൂടുതലാണെങ്കിലും ഇത് സുരക്ഷിതമായ ഒരു നിക്ഷേപ പദ്ധതിയാണ്. നിങ്ങൾ സുരക്ഷിതമായ ഒരു കൺസർവേറ്റീവ് നിക്ഷേപമാണ് നോക്കുന്നതെങ്കിൽ ഇത് ഒരു മികച്ച ഓപ്ഷനാണ്. നിങ്ങൾക്ക് PPF അക്കൗണ്ട് തുറക്കാൻ പോസ്റ്റ് ഓഫീസോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ബാങ്ക് ശാഖകളോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ കാലാവധിയും മെച്യൂരിറ്റി ടൈം ലൈനും എങ്ങനെയാണെന്ന് നോക്കാം. PPF-ന്റെ കാലാവധി 15 വർഷമാണെങ്കിലും ചിലപ്പോൾ ഇത് 16 സാമ്പത്തിക വർഷങ്ങൾ വരെ നീളാനും സാധ്യതയുണ്ട്. കാരണം കാലാവധി നിങ്ങൾ നിക്ഷേപം നടത്തിയ സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മുതൽ കണക്കാക്കുന്നതാണ്. ഇനി നമുക്ക് PPF മെച്യൂരിറ്റിക്ക് ശേഷം ലഭിക്കുന്ന ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. PPF അക്കൗണ്ട് മെച്യൂർ ആകുമ്പോൾ നിങ്ങൾക്ക് 3 പ്രധാനപ്പെട്ട ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്. അതിലെ ആദ്യത്തെ ഓപ്ഷനായി നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങൾ നിക്ഷേപിച്ച മുഴുവൻ തുകയും പിൻവലിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എന്നതാണ്. രണ്ടാമത്തേത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പുതുതായി ഒന്നും തന്നെ നിക്ഷേപിക്കേണ്ടതില്ല. മൂന്നാമത്തെ ഓപ്ഷനായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്കീം നീട്ടാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വലിയ തുക നേടാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു 3 ഓപ്ഷനുകളും കുറച്ച് വിശദമായി അവലോകനം ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നിങ്ങളുടെ മുഴുവൻ തുകയും പിൻവലിക്കാം. അതായത് 15 വർഷത്തേക്കാണ് ഈ ഒരു സ്കീം എന്ന് ഞാൻ പറഞ്ഞു. 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ആ ഒരു തുക തിരിച്ചെടുക്കുകയും ഈ ഒരു അക്കൗണ്ട് പിൻവലിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനായി നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ നിങ്ങൾക്ക് മെച്യൂരിറ്റി വിത്ഡ്രോവൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് അതിന്റെ പലിശയോട് കൂടി നിങ്ങൾക്ക് ഒരു എമൗണ്ട് ലഭിക്കുന്നു. ഈ ഒരു ഓപ്ഷൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വീട് നിർമ്മാണം എന്നിങ്ങനെ അർജന്റായി പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ബെസ്റ്റ് ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ വിശകലനം ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് PPF എക്സ്റ്റൻഷൻ വിത്തൗട്ട് കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ പിൻവലിക്കുന്നില്ല, പക്ഷേ പുതുതായി ഒരു കോൺട്രിബ്യൂഷനും പുതുതായി ഒരു തുകയും നൽകുന്നുമില്ല. അതെന്താണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു പണം ആവശ്യമില്ലെങ്കിൽ ഓരോ 5 വർഷം ബ്ലോക്കുകളായി നിങ്ങൾക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇതിലേക്കായി നിങ്ങൾ പുതിയ നിക്ഷേപങ്ങളൊന്നും തന്നെ നൽകേണ്ടതില്ല. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 5 വർഷമായാണ് നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് 10 മുതൽ 15 വർഷം വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വർഷം വരെ എന്നിങ്ങനെ 5 വർഷമായാണ് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായി നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ നമ്മളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പിന്നീട് നിങ്ങൾക്ക് നിക്ഷേപം
തുടങ്ങാൻ സാധിക്കില്ല. നീട്ടിയ കാലയളവിൽ ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരിക്കൽ മാത്രമേ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഓപ്ഷനാണ് എക്സ്റ്റൻഷൻ വിത്ത് കോൺട്രിബ്യൂഷൻ. അതായത് പുതിയ നിക്ഷേപങ്ങളോട് കൂടി നിങ്ങളുടെ അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. മെച്യൂരിറ്റിക്ക് ശേഷം അടുത്ത 5 വർഷം നിങ്ങളുടെ അക്കൗണ്ട് നിലനിർത്താനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിക്ഷേപിക്കാനും സാധിക്കും. പക്ഷെ ഇവിടെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ മെച്യൂരിറ്റി പീരീഡിന്റെ 1 വർഷത്തിനുള്ളിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതുണ്ട്. മെച്യൂരിറ്റിക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കില്ല. ഈ ഒരു കാലയളവിൽ സെക്ഷൻ 80C പ്രകാരം നികുതി ആനുകൂല്യങ്ങൾ തുടരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു കാലയളവിൽ മെച്യൂരിറ്റി ബാലൻസിന്റെ 60% വരെ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. PPFന്റെ കാലാവധിയും മെച്യൂരിറ്റി ടൈം ലൈനിനെയും വിശദമായി നമുക്ക് അവലോകനം ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. 15 വർഷത്തെ നിക്ഷേപത്തിന് ശേഷം ഒരു വലിയ തുക നേടി നമ്മളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് PPF പോലുള്ള ഈ ഒരു പ്ലാൻ, ഈ ഒരു സ്കീമിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇൻ കേസ് നാളെ നമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളുടെ കുടുംബത്തിനെ സുരക്ഷിതമാക്കാൻ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ്. വെറും 578 രൂപ പ്രതിമാസം നിക്ഷേപിച്ചാൽ 1 കോടി രൂപയുടെ ലൈഫ് കവർ, അതായത് വളരെ കുറഞ്ഞ പ്രീമിയത്തിലൂടെ തന്നെ 1 കോടിയുടെ ലൈഫ് കവർ നേടാൻ ഈ ഒരു പ്ലാനിലൂടെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ആദ്യ വർഷം നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ വർഷം 15% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. ഇത് സ്ത്രീകൾക്കും സാലറീഡ് എംപ്ലോയീസിനും ഒരു വലിയ ആനുകൂല്യമാണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടി. അർഹമായ എല്ലാ ക്ലെയിമുകൾക്കും 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റ് നേടാൻ സാധിക്കും. 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ക്ലെയിം സെറ്റിൽമെന്റ് നിരക്ക് എന്ന നിലയിൽ 99.7% എന്നത് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ വിശ്വസ്തതയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ ആളുകളുടെ വിശ്വസ്തത ഉയർത്തുന്നു. ഈ ഒരു ക്ലെയിമിന്റെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയാൻ സാധിക്കുന്നത് സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ്. നിങ്ങൾ പ്രീമിയം റെഗുലറായി അടച്ചാൽ 100% പ്രീമിയങ്ങൾ ഫ്രീ ആയി തിരിച്ചു ലഭിക്കും. ഈ ഒരു പ്ലാന്റെ കാലാവധി 30 വർഷമാണ്. 30 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ 100% ക്ലെയിമായ 1 കോടി രൂപ നമുക്ക് നേടാൻ സാധിക്കും. ഇൻ കേസ് ആദ്യ 15 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ 180% നേടാൻ സാധിക്കും. അതായത് 1,50,00,000 രൂപ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്നു. 15 വർഷത്തിന് ശേഷമാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ പ്ലാനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ 100% ക്ലെയിം സെറ്റിൽമെന്റ്, അതായത് 1 കോടി രൂപ നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഇപ്പോൾ തന്നെ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിൽ ജോയിൻ ചെയ്യൂ. നിങ്ങൾ ഈ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെച്യൂരിറ്റിക്ക് മുൻപുള്ള ഭാഗിക പിൻവലിക്കൽ. ഞാൻ പറഞ്ഞു, ഈ ഒരു സ്കീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്തതിനു ശേഷമുള്ള 5 വർഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം വിത്ഡ്രോ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. PPF അക്കൗണ്ട് ആരംഭിച്ച് 5 സാമ്പത്തിക വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഭാഗികമായി വിത്ഡ്രോവൽ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് എത്ര തുകയാണ് പിൻവലിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ 5ാമത്തെ സാമ്പത്തിക വർഷത്തിലാണ് ഈ ഒരു പ്ലാൻ പിൻവലിക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കരുതുക. പിൻവലിക്കൽ വർഷത്തിന് മുൻപുള്ള 4ാം വർഷത്തിന്റെ 50% അല്ലെങ്കിൽ പിൻവലിക്കലിന് മുമ്പുള്ള 4ാം വർഷത്തിന്റെ തുക. നിങ്ങൾ പിൻവലിക്കുന്ന തുകയും നികുതി മുക്തമായി നമുക്ക് നേടാൻ സാധിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഓരോ സാമ്പത്തിക വർഷത്തിലും 1 തവണ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ അക്കൗണ്ട് അടയ്ക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പണം ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സ്കീമിന്റെ പ്രീ മെച്യൂർ ക്ലോഷർ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഒരു സ്കീമിന്റെ കാലാവധി 15 വർഷമാണ്. സാധാരണഗതിയിൽ നമുക്ക് PPF അക്കൗണ്ട് 15 വർഷത്തിന് മുമ്പ് അടച്ചു തീർക്കാൻ സാധിക്കില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് നേരത്തെ അടച്ചു തീർക്കാനുള്ള അനുമതിയുണ്ട്. ഇനി നമുക്ക് ഏത് സാഹചര്യത്തിലാണ് 15 വർഷത്തിന് മുമ്പ് ഇത് അടച്ചു തീർക്കാനുള്ള മാനദണ്ഡങ്ങളെന്ന് നോക്കാം. ഇൻ കേസ് ഈ ഒരു അക്കൗണ്ട് ഹോൾഡറിന്റെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് ഗുരുതരമായി ആശുപത്രി ചികിത്സ ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നേരത്തെ പണം അടച്ച് ഈ ഒരു തുക എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ
അക്കൗണ്ട് ഉടമയുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ താമസം വിദേശത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ഒരു പദ്ധതിയിലെ ഈ ഒരു ആനുകൂല്യം ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നേരത്തെ അടയ്ക്കലും 5 സാമ്പത്തിക വർഷത്തിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനോടൊപ്പം 1% പലിശ പിഴ ചുമത്തപ്പെടുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു 500 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു സ്കീമിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്ര രൂപയാണ് ചൂസ് ചെയ്തത്, ആ ഒരു തുക ഇൻ കേസ് നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. PPF അക്കൗണ്ട് സജീവമായി നിലനിർത്താൻ ഓരോ വർഷവും കുറഞ്ഞത് 500 രൂപയെങ്കിലും നിക്ഷേപിക്കേണ്ടതുണ്ട്. ഈ ഒരു തുക നിങ്ങൾ നിക്ഷേപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആകുന്നു. നിങ്ങൾക്ക് അതിനുശേഷം വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ ഡിഫോൾട്ട് വർഷത്തിനും 50 രൂപ പിഴ അടയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുകയും നൽകേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് സജീവമാക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, സുരക്ഷിതമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ PPF ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഉറപ്പുള്ള പലിശയും നികുതി ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സ്കീമിലൂടെ നേടാൻ സാധിക്കും. 15 വർഷത്തിന് ശേഷം നിങ്ങൾ നിക്ഷേപിച്ച തുക മുഴുവനായി പിൻവലിക്കാനും ഭാഗികമായി പിൻവലിക്കാനും അതുമല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ഓപ്ഷനുകളുണ്ട്. അതുമാത്രമല്ല അക്കൗണ്ട് 5 വർഷം വീതം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഈ ഒരു സ്കീമിലൂടെ നേരത്തെ അടയ്ക്കൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധ്യമാണ്. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രതിവർഷം കുറഞ്ഞത് 500 രൂപയെങ്കിലും നിക്ഷേപിച്ചില്ലെങ്കിൽ നമ്മൾ പിഴ നൽകേണ്ടി വരും. ഇന്ന് ഈ വീഡിയോയിലൂടെ എന്താണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എങ്ങനെയാണ് ഈ ഒരു സ്കീമിൽ നമ്മൾ ചേരേണ്ടത്, എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത്, എത്ര രൂപയാണ് നമുക്ക് പലിശ ലഭിക്കുന്നത്, മുകളിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം വളരെ കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമുക്ക് ആ ഒരു സംശയങ്ങളും ക്ലിയർ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയൂ. നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.